ഹായ് ഹലോ, ഇന്നൊരു ഗീ കുക്കീസ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മൾ അമ്മമാർക്ക് ചില സമയത്ത് ഒരു പിടിവാശിയാണല്ലേ, നമ്മളെ മക്കൾക്ക് നമ്മളെ കൈ കൊണ്ട് തന്നെ വിചാരിച്ച സാധനം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ആ ഒരു വാശിപ്പുറത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് മൈദ ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണക്കാർക്ക് ഒരു അളവുകോലോ ഒരു മെഷറിംഗ് കപ്പോ ഒരു ഓവനോ ഒന്നുമില്ലാതെ നമ്മൾ സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുക്കിയാണേ. അപ്പോൾ ഒരു ഗ്ലാസ് മൈദ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സഡ് ജാറിലേക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു അര ഗ്ലാസ്സിലധികം ഉണ്ട് 3/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുക, 2 ഏലക്കായ തൊലി കളഞ്ഞിട്ട് കൊടുക്കുക, ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി പൊടിച്ചെടുത്തത് നമ്മൾ ആദ്യം മാറ്റി വെച്ച മൈദയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തോളൂ കേട്ടോ. നമ്മളെ പൊടികൾ മധുരമൊക്കെ എല്ലാ ഭാഗത്തേക്കും ജോയിൻ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവേ. ഇനിയിപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു ഗ്ലാസ് മധുരം ഇട്ട് കൊടുക്കുക. നല്ല ഹെൽത്തി മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ഫുഡാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഓക്കെയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നേക്കാളും ഭേദമായിരിക്കും. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യം നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്പൂൺ അളവിലാണ് കാണിക്കുന്നത്. ഇതുപോലത്തെ ഒരു സ്പൂണിൽ ഞാനൊരു കാണിക്കുന്നത്. ഇപ്പോൾ ഒരു 5 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം അവിടെ മിക്സ് ചെയ്യട്ടെ. ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ടോ ഒരു പാൽ ചേർത്തിട്ടോ ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല. ഗീ മാത്രം ഉപയോഗിച്ചിട്ട് കുഴച്ചാൽ മതിയാവും. ഇനി ഗീ ഇഷ്ടമില്ലാത്തവർക്ക് പകുതി ഗീയും പകുതി സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. കുഴച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ചപ്പാത്തിക്ക് അങ്ങ് കുഴക്കും പോലെ അങ്ങ് നല്ല വലിച്ച് നീട്ടി ഹാർഡായിട്ട് നല്ല പ്രസ് ചെയ്തിട്ട് കുഴക്കരുതേ. വേണ്ടപ്പോൾ ഒരുവിധം പകുതി നനവായിട്ടുണ്ട്. ഇനിയും നമുക്കിതിലേക്ക് നെയ്യ് ആവശ്യമുണ്ട്. അത് ലാസ്റ്റ് ഞാൻ എത്ര സ്പൂൺ എടുത്തു എന്ന് പറയാം. ഏകദേശം നിങ്ങൾക്ക് കുഴയ്ക്കുമ്പോൾ തന്നെ അറിയാം. അത് പോരാത്തത് നോക്കി ഓരോ സ്പൂൺ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതെങ്ങനെ ഉരുട്ടാൻ പാകത്തിൽ നമുക്ക് കിട്ടണം. ഒരുപാട് അങ്ങ് സോഫ്റ്റായി പോകും വേണ്ട, ഒരുപാട് അങ്ങ് ഹാർഡായി പോകും വേണ്ട. അവിടെ മൊത്തം ഞാനൊരു 20 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഓവൻ സെറ്റപ്പും കൂടി റെഡിയാക്കി എടുക്കുക. അടുപ്പിലാണ്. അപ്പോൾ അടുപ്പിൽ ഒരു പാത്രം ഇറക്കി വെച്ച് അലുമിനിയം ചെമ്പ് ഇറക്കി വെച്ച് അതിൽ റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ളതും കൂടെ ഒരു പ്ലേറ്റിൽ നെയ്യ് പുരട്ടി ഞാൻ മൈദയിട്ട് തൂവി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്കായിട്ടാണ് ഇത് കാണിക്കാൻ പോകുന്നത്. അതായത് ഞാനിവിടെ ഒരു ഡിസൈൻ ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം. ഇത് നേരെ നമ്മൾ ഓവനിലോട്ട് അങ്ങനെ ഇറക്കി വെച്ചാൽ മതി. ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളൊരു അടപ്പെടുത്തിട്ട് കൈ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഒരു അടപ്പെടുത്തിട്ട് നമ്മൾ വേഗം അടച്ചു വെക്കണേ. ഇട്ട് കൊടുക്കുക. ഞങ്ങൾ പുരാതനമായിട്ടുള്ള അടപ്പാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് 10 മിനിറ്റ് ശേഷം ആയിട്ടുണ്ട്. എടുക്കുമ്പോൾ നമ്മൾ മുകൾ ഭാഗം ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. തണുത്ത് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഈ ചിരിച്ച് കാട്ടിയിരിക്കുന്നത് കണ്ടോ, 2 കണ്ണും തുറച്ചിട്ട്, അത് എൻ്റെ സ്വന്തം സൃഷ്ടിയാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റിൽ ഈ ഒരു മണത്തിൽ നിങ്ങൾക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.